കേരളമാകെ UDF തരംഗമാണ്. UDF തരംഗം എന്ന് പറയുമ്പോൾ കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് മോദി വിരുദ്ധ തരംഗവും പിണറായി വിരുദ്ധ തരംഗവുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF 20 സീറ്റും ജയിച്ചു. മോദി സർക്കാരിന്റെ വർഗീയ വിദ്വേഷ പ്രചരണത്തിനെതിരെ 10 കൊല്ലത്തെ ജനദ്രോഹ ഭരണത്തിനെതിരെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യവും മതേതരത്വവും ജനാധിപത്യവും തകർത്ത് ഭരണഘടനയെ തകർക്കുന്ന മോദി സർക്കാരിന്റെ വിനാശകരമായ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും കേരളത്തിലെ മതേതര ജനാധിപത്യ വോട്ടർമാർ BJPക്ക് ഒരു സീറ്റ് പോലും നൽകാതെ കേരളത്തിൽ UDFന് 20 സീറ്റിലും വിജയം നൽകാൻ പോകുന്നു. കഴിഞ്ഞ 8 കൊല്ലക്കാലത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണം, അഴിമതി, അക്രമം ഇതിനെതിരായിട്ടുള്ള ശക്തമായ താക്കീത് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് ഞങ്ങൾ UDF നേരത്തെ നൽകിയ ഗ്യാരണ്ടി ആവർത്തിച്ചു നൽകുന്നു. 2020 ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് എല്ലാ കേന്ദ്രങ്ങളിലും UDFന് അനുകൂലമായ ഒരു തരംഗം നിലനിൽക്കുന്നു എന്നാണ്. 20 സീറ്റുകളിലും വിജയിക്കും. ഇവിടെ ശനകരൊരു ചോദ്യം ചോദിച്ചു, അതിന് ഞാൻ ഉത്തരം പറയാം. വോട്ടെടുപ്പ് കഴിഞ്ഞ് പുറത്തു വന്ന മുഖ്യമന്ത്രി LDF കൺവീനർക്കെതിരായി അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പരിപൂർണമായ അസംതൃപ്തി വാക്കുകളിൽ പ്രകടിപ്പിച്ചു. കാരണം അദ്ദേഹം LDF കൺവീനർ കളങ്കിതരായ ചില ആളുകളുമായി പരിചയപ്പെട്ടതിനെക്കുറിച്ച് പിണറായി പറഞ്ഞ വാക്കുകൾ നിങ്ങളൊക്കെ കേട്ടു. കാരണം രാവിലെ പായിൽ നിന്ന് എഴുന്നേറ്റ് വഞ്ചിക്കാൻ പുറപ്പെടുന്ന ആളുകൾ, അവർക്ക് വഞ്ചന മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് മലബാറിൽ പറയുന്നത് ശിവന്റെ കൂടെ കൂടിയാൽ ശിവനും പാവിയായി മാറും. പിണറായിയുടെ ശിവൻ EP ജയരാജനാണെന്ന് മനസ്സിലായില്ലേ? ഇതിനേക്കാൾ കൂടുതൽ LDFന്റെ ചെയർമാൻ കൂടിയായ പിണറായി വിജയനിൽ നിന്ന് EP ജയരാജന് ഒരു അവിശ്വാസം, അസംതൃപ്തി കേൾക്കാനുണ്ടോ? EP ജയരാജൻ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പിണറായി പറഞ്ഞ സാഹചര്യത്തിൽ അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ ഞാനത് എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, LDF കൺവീനർ സ്ഥാനം രാജിവെച്ച് ഈ പിണറായിയുടെ ഈ വാക്കുകൾക്ക് ശക്തമായ മറുപടി നൽകണം എന്ന് അദ്ദേഹത്തോടെ ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിച്ചു.